പണിയെടുത്തിട്ട് കൂലി ചോദിച്ചാൽ അത് കുറ്റമാകുമോ? വെറും കുറ്റമല്ല, കലാപശ്രമത്തിന് FIR ഇടാവുന്ന ക്രിമിനൽ വകുപ്പിൽ പെടുമെന്നാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പറയുന്നത്. നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാർ 2 മാസത്തെ ശമ്പളം ലഭിച്ചില്ലെന്ന് ആരോഗ്യമന്ത്രിയോട് പരാതി പറഞ്ഞതാണ് വിഷയം. 1 മാസത്തെ കൂലി ഇല്ലാതായാൽ ഈ നാട്ടിൽ സാധാരണക്കാരെങ്ങനെ ജീവിക്കും? ഓണം അടുത്തു വരുന്ന സന്ദർഭത്തിൽ ശമ്പളം മുടങ്ങിക്കിടക്കുന്നത് സാധാരണക്കാർക്ക് എത്രത്തോളം ആശങ്കയും ബുദ്ധിമുട്ടുമുണ്ടാക്കും. ആ വേദനയുമായാവണം ആ ജീവനക്കാർ ആരോഗ്യമന്ത്രിയുടെ മുന്നിൽ ചെന്ന് നിന്നത്. വിളിച്ചിരുത്തി കാര്യങ്ങൾ അന്വേഷിച്ച് പരിഹാരമുണ്ടാക്കേണ്ട മന്ത്രി അത് ചെയ്തില്ല. ഉദ്ഘാടന മാമാങ്കം നടത്തി പിന്നീട് അതിന്റെ PR വർക്കിലൂടെ ഇമേജ് ഉണ്ടാക്കാൻ വന്ന മന്ത്രിക്കും കൂട്ടർക്കും സാധാരണ ജീവനക്കാരുടെ ദൈന്യത എങ്ങനെ കാണാൻ കഴിയും? കൂലി ചോദിക്കുന്നത് താൽക്കാലിക ജീവനക്കാരാണെങ്കിലും ആശാവർക്കർമാരാണെങ്കിലും ശത്രുപക്ഷത്ത് നിർത്തി പീഡകൾക്കെറിഞ്ഞു കൊടുക്കുകയാണല്ലോ ആരോഗ്യമന്ത്രിയുടെയും കൂട്ടരുടെയും പുതിയ രീതി. PR വർക്കിലൂടെ ഉണ്ടാക്കിയെടുത്ത 1-ാം നമ്പർ ആരോഗ്യ കേരളം എന്ന ഇമേജ് തകർന്നു വീഴുകയാണ്. പട്ടിണിക്കൂലി പോലും നൽകാതെ എല്ലുമുറിയെ പണിയെടുപ്പിക്കുകയാണ് എന്ന് ആശാവർക്കർമാർ പറഞ്ഞപ്പോൾ, പരാധീനതകളുടെ നടുവിൽ വീർപ്പുമുട്ടുകയാണ് എന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞപ്പോൾ, പണിയെടുത്തിട്ട് ശമ്പളമില്ല എന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ പരാതിപ്പെടുമ്പോൾ, പരാതിക്കാരെ വേട്ടയാടുക എന്നതാണ് ഇടതുപക്ഷമെന്ന് സ്വയം വിളിക്കുന്ന സർക്കാരിന്റെ നയം. ആരോഗ്യമന്ത്രിയും അവർക്കൊത്താശ പാടുന്നവരും ഒന്നോർക്കണം. കൂപ്പുകൈയോടെ ശമ്പള കുടിശ്ശിക ചോദിച്ച് നിങ്ങളുടെ മുന്നിലെത്തിയ ജീവനക്കാരും 7 മാസമായി തെരുവിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരും രോഗികൾക്ക് ചികിത്സ നൽകാനാവാത്തതിൽ മനം നൊന്ത് തുറന്നു പറച്ചിൽ നടത്തിയ ഡോക്ടർ ഹാരിസും ഉൾപ്പെടെയുള്ളവർ രാപ്പകൽ പണിയെടുത്ത് നിലനിർത്തുന്നതാണ് നിങ്ങൾ മേനി നടിക്കുന്ന നമ്പർ 1 ആരോഗ്യ കേരളം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ഭരിച്ചു മുടിപ്പിച്ച ആരോഗ്യരംഗത്തെ താങ്ങി നിർത്തുന്നത് ഇവർ നടത്തുന്ന സമർപ്പിതമായ പ്രവർത്തനമാണ്.